നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. അഗൈൻ മാച്ചിങ് ക്വസ്റ്റ്യൻ ആട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിഗ്നോമെട്രി ഇക്വേഷൻ തന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം പി നോക്കാം. സൈൻ റേസ് ടു 6x ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് റേസ് ടു 4x 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സിനെ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് ടി ക്യൂബ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ സാധനം 1 മൈനസ് ടി ആണേ. അപ്പോൾ 1 മൈനസ് ടി എന്ന് കിട്ടും. സോ ദിസ് ഇസ് 2t മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ മൈനസ് 2t ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ടി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ടി ഇൻറ്റു ടി പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ടിക്ക് എടുക്കാവുന്ന വാല്യൂസ് 0യും ടീൻ്റെ വാല്യൂ 1 ആണ്. സൈൻ സ്ക്വയർ എക്സിൻ്റെ വാല്യൂ 0യും സൈൻ സ്ക്വയർ എക്സിൻ്റെ വാല്യൂ 1ഉം വരും. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് പൈ വരും, 0 വരും. ഇവിടെ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 വരും. അപ്പോൾ 5 വാല്യൂയിലേക്കാണ് പി മാച്ച് ചെയ്യുന്നത്, 5ലേക്കാണ് മാച്ച് ചെയ്യുന്നത്. അടുത്ത പാർട്ട് നോക്കാം നമുക്ക്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് റേസ് ടു 6x ഇസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് റേസ് ടു ക്യൂ പാർട്ട് നോക്കാം കേട്ടോ. കോസ് റേസ് ടു 6x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. അവർ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 ഉണ്ട്, ഇവിടെ എന്തുണ്ട് 0 ഉണ്ട്, 3 വാല്യൂസ്. അപ്പോൾ ക്യൂ മാച്ച് ചെയ്യുന്നത് 3ലേക്ക്. ഓക്കെ, അത് കിട്ടി നമുക്ക്. ഇനി നമുക്ക് കോസ് സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ഹാഫ് ആംഗിൾ ഉണ്ട്, അപ്പോൾ ഹാഫ് ആംഗിളിൽ മാറ്റണം നമുക്ക്. അപ്പോൾ 2r പാർട്ട് കേട്ടോ. 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 നമുക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. 1 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ കോസ് എക്സ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കോസ് എക്സിലുള്ള ക്വാഡ്രാറ്റിക് ആണ്. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 4ac പ്ലസ് 16 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇതിൽ ആക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ -1 പ്ലസ് റൂട്ട് 17/4 ആണ്. മറ്റേത് -1 ചെറുത് വരും. ഇത് ആക്സെപ്റ്റബിൾ ആ. അപ്പോൾ -π to π ആണല്ലോ. -π to π എന്ന് പറയുമ്പോൾ 0 to π ഒരു വാല്യൂ ഉണ്ടാവും. ഒരു ഫുൾ സൈക്കിൾ തന്നിരിക്കുക, 2 വാല്യൂസ് ഉണ്ടാവും, 2 വാല്യൂസ്. സോ 6 മാച്ച് ചെയ്യുന്നത് എന്തിലേക്കായിരിക്കും, 2ലേക്കായിരിക്കും. അടുത്ത നമുക്ക് എസ് നോക്കാം. എസ് എങ്ങനെ, 6 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ 6 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഈക്വൽ ടു 3 പ്ലസ് കോസ് 3x. കോസ് 3xനെ നമുക്ക് എന്ത് ചെയ്യണം, കോസ് 3xന്റെ ഫോർമുല ഉപയോഗിക്കണം. സൈൻ 3x എന്ന് പറഞ്ഞാൽ 3 sin x മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. അപ്പോൾ ഇവിടുന്ന് 3 മൈനസ് 3 കോസ് എക്സ് എന്നാണ് വരുന്നത്. അത് ക്യാൻസൽ ആയിപ്പോയി. കോസ് ക്യൂബ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. കോസ് ക്യൂബ് എക്സ് ഇസ് ഈക്വൽ ടു 0 അവർ പറഞ്ഞിരിക്കുന്നത് -2π to 2π ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് π ബൈ 2 ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 3π ബൈ 2 ഉണ്ട്. സോ എസ് മാച്ച് ചെയ്യുന്നത് 4 വാല്യൂയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ള മാച്ചിങ്ങുകൾ നോക്കുക, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. P5ലേക്ക്, പിന്നെ Q3ലേക്ക്, R2ലേക്ക്, S4ലേക്ക്. ബി ബോക്സ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ.